അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹുവേ നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ. അപ്പൊ ഇത് പെണ്ണിന് വേണ്ടിയാണ് മയ്യിത്ത് നിസ്കരിക്കണമെന്നുണ്ടെങ്കിലോ ഇറാബും സർഫും നാവോ കാരണ ആളാണെങ്കിൽ അതിനെ മട്ടത്തിന് മാറ്റിക്കോട്ടെ. ഒരു 2 തൽക്കൽ ആയത്ത് കൊടുത്ത് ഹാ ഹാ എന്നാണ് പിന്നെ കളാക്കാൻ പറ്റില്ല. അപ്പൊ അറിയുന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ അഗ്ഫിർ ലഹാ വർഹംഹാ വആഫിഹാ വഅഫു അൻഹാ വഅക്രിം നുസുലഹാ വവസ്സിഅ മുദ്ഖലഹാ വഗ്സിൽഹാ ബിൽമാഇ വസ്സൽജി വൽബർദി ونقها من الخطايا كما نقيت الثوب الأبيض من الدنس وأبدلها دارا خيرا من دارها وأهلا خيرا من أهلها وزوجا خيرا من زوجها وأدخلها الجنة وأعذها من عذاب القبر ومن عذاب النار. أنا പറയാം. ഇനി അത് അറിയില്ല ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അപ്പം ളമീറിന്റെ മുറാദ് മയ്യിത്ത് എന്നാവും. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, ഈ മയ്യിത്തിന്, മയ്യിത്ത് എന്നുള്ള കലിമത്ത് മുദക്കറാണ്. ആ മയ്യിത്ത് ആണും ആവാ പെണ്ണും ആവാ. അതുകൊണ്ട് അല്ലാഹുമ്മ അഗ്ഫിർ ലഹു എന്ന് പറഞ്ഞാലും ളമീർ മയ്യിത്തിന് ഉദ്ദേശിച്ചാൽ ഈ മയ്യിത്തിന് അല്ലാഹ് നീ പുറത്തു കൊടുക്കണേ. അപ്പൊ കുഴപ്പമില്ല, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ ചില പണ്ഡിതന്മാർ പറഞ്ഞാൽ അതാണ് അഫ്ളല്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജുംല അതല്ലേ, അത് ദിക്റും കൂടിയല്ലേ. അപ്പൊ പരമാവധി ലഫ്ള് മാറ്റാതിരിക്കല അഫ്ളല്. അപ്പൊ എന്താണ് അഫ്ളല്? അല്ലാഹുമ്മ അഗ്ഫിർ ലഹു. അപ്പൊ അത് ആണിനും യോഗ്യാണ് പെണ്ണിനും യോഗ്യാണ്. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു.